ആ ഭാഗവും അവിടെ വർണ്ണിക്കുകയാണ്. പിന്നീട് അർത്ഥസന്ധത്തിൽ വർണ്ണിക്കുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ ശരീരത്തിലുണ്ടാകുന്ന വാസന, കർമ്മവാസന. എന്താണ് കർമ്മവാസന? എനിക്ക് എൻ്റേത്. അതൊരു രോഗമാണ്. ആ രോഗത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്നിടത്തെ പേരാണ് ഹിരണ്യകശിപു എന്ന് പറഞ്ഞാൽ എന്താ? ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം, കശിപു എന്ന് പറഞ്ഞാൽ തലേണ. അപ്പൊ അടക്കി വെച്ചിരിക്കുന്ന ഭാവമുള്ളവൻ. തലേണ എന്ന് പറഞ്ഞാൽ എന്താ? അടക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അടക്കി വെച്ചിരിക്കുന്ന ഭാവമുള്ളവൻ എന്നുള്ളതായ വാക്ക്. ആ ഹിരണ്യകശിപു എന്ന രോഗത്തെ ഭഗവാൻ നാളെ ചികിത്സിക്കാൻ വേണ്ടി ഹിരണ്യകശിപു ഭഗവാനെ ദർശിച്ച രൂപം തൻ്റെ മനസ്സ് സിംഹഭാവത്തിലേക്ക് മാറുകയാണ്. മനസ്സ് രൂക്ഷമായിരിക്കുന്ന ഭാവത്തിലേക്ക് മാറുകയാണ്. അപ്പോ അവന്റെ ആ മനസ്ഥിതി അനുസരിച്ച് ഭഗവാൻ അവതരിക്കുകയാണ്. എങ്ങനെ? നരസിംഹമായിട്ട്. കലിയുഗത്തിന് അനുരൂപമായിരിക്കുന്ന ഭാവത്തിലാണ് ഭഗവാൻ അവതരിച്ചത്. മനുഷ്യന്റെ ശരീരവും സിംഹത്തിന്റെ സ്വഭാവവും. ശരിയല്ലേ? ആരോടെങ്കിലും സ്നേഹമുണ്ടോ? ഉണ്ടോ? ആരോടെങ്കിലും വിശ്വാസമുണ്ടോ? ആരെങ്കിലും ബഹുമാനിക്കുമോ? ഉണ്ടോ? ഹിരണ്യകശിപുവിന് ഇതുവല്ല ഉണ്ടായിരുന്നു. അവൻ ആരോടെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു? ആരെങ്കിലും വിശ്വാസം? ഭഗവാനെ ആരെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നു? ഗുരുവിനെ പോലും വിശ്വസിച്ചില്ല. ആരോടൊരു സ്നേഹമില്ല, ആരെയും വിശ്വാസമില്ല, ആരെയും ബഹുമാനമില്ല. ഉണ്ടോ? അതാ അരിയോത്തിലെ ഭാവം ഹിരണ്യകശിപുക്കള്. അപ്പൊ അതേ ഭാവത്തിൽ തന്നെ ഭഗവാനോട് അവതരിച്ചു. നരസിംഹമായിട്ട് മനുഷ്യന്റെ ശരീരത്തോടു കൂടിയും സിംഹത്തിന്റെ സ്വഭാവത്തോടു കൂടിയും കലിയുഗത്തിന് അനുരൂപമായിരിക്കുന്ന രൂപത്തിലാണ് മനുഷ്യന്റെ ഭാവം അനുസരിച്ച് സിംഹമായിട്ട് അവതരിച്ചു എന്നുള്ളത്. ആ സിംഹത്തിന്റെ ഭാവം ഞാനൊരു ഇവിടത്തേക്ക് വായിക്കാൻ ഇങ്ങനെ പോയ സമയത്ത് നമ്മൾ അമ്പലത്തിൻ്റെ ഒരു സെക്രട്ടറിയുടെ വീട്ടിൽ എന്നെ വായിക്കാൻ അങ്ങോട്ട് പോവാ.